ഈ മാർച്ചിൽ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം നമ്മുടെ നാടും ജനങ്ങളും ഏറ്റെടുത്തതിൻ്റെ ഭാഗമായാണ് സംഭവിക്കുന്നത്. ഇത്തരത്തിലൊരു സ്വീകാര്യതയ്ക്ക് ഇടയാക്കിയത് നമ്മുടെ നാടിൻ്റെ തകർച്ച ജനങ്ങൾ ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞതുകൊണ്ടുകൂടിയാണ്. ഈ തിരിച്ചറിവ് നാട്ടിലെ ജനങ്ങൾക്കാകെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആപാലവൃന്ദം ജനങ്ങൾ ഈ മാർച്ചിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സ്വീകരണ കേന്ദ്രത്തിലെത്തുന്നത്. അതുപോലെ തന്നെ കേരളം പുനർനിർമ്മിക്കാൻ സ്ത്രീ സമൂഹമാകെ തള്ളി വരുന്ന കാഴ്ചയുമാണ് സ്വീകരണ കേന്ദ്രങ്ങളിൽ കണ്ടത്. പക്ഷേ ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ എന്താ? കേരളത്തിൽ ഈ അടുത്ത കാലത്തൊന്നും കുറേ ആളുകൾക്ക് ഒന്നിച്ച് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭവും ഉണ്ടായിട്ടില്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരു സ്ഥാപനത്തിൽ തന്നെ തൊഴിൽ കൊടുക്കുന്ന നിലയിൽ. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും കാണാൻ കഴിയില്ല. നമ്മുടെ നാട് വിട്ടാൽ 10,000, 20,000, 30,000 ഒക്കെ ആളുകൾ ഒരു സ്ഥാപനത്തിൽ തന്നെ തൊഴിലെടുക്കുക. എന്താ അവിടെ അത് പറ്റും, ഇവിടെ അത് പറ്റില്ല എന്ന നില. ഇതാണ് നമ്മുടെ തകർച്ചയ്ക്ക് കാരണം. നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം ചെറുപ്പക്കാർ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ഇവിടെ തൊഴിൽ ലഭിക്കുന്നില്ല, ഉടനെ നാടും രാജ്യവും വിടുകയാണ്. വേറെ വഴിയില്ല, തൊഴിലിന് വേറെ യാതൊരു മാർഗവുമില്ല. ഇങ്ങനെ പ്രവാസി ജീവിതം നയിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു ഭാഗം. ലക്ഷക്കണക്കിന് ആളുകൾ നാട്ടിന് പുറത്ത്, രാജ്യത്തിന് പുറത്ത് തൊഴിലെടുക്കുക. ഇവർക്കെല്ലാം ഇവിടെ തൊഴിലെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനൊട്ടേറെ പേർക്ക് തൊഴിലവസരം ഇവിടെ ഉണ്ടാക്കാൻ കഴിയണം. അത് അസാധ്യമായൊരു കാര്യമല്ല. നമ്മുടെ കേരളം പുനർനിർമ്മിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കേരളത്തിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ചുള്ള പുതിയ വ്യവസായങ്ങൾ ഇവിടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അതിൽ കേരളത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച വ്യവസായമാകണമെന്നേ ഉള്ളൂ. ഇന്നത്തെ ആധുനിക കാലത്ത് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് ഒരു പ്രയാസവുമില്ല. അതിന് മനസ്സ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. നാടിനോടും ജനങ്ങളോടും പ്രതിബദ്ധതയുള്ള ഒരു സർക്കാർ ഇവിടെ അധികാരത്തിലുണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ കേരളം പുതുക്കി പണിയണം. അസാധ്യമാണെന്ന് നമ്മുടെ നാട്ടിൽ ചിലർ കരുതുമോ എന്നറിയില്ല. കാരണം അത്ര വലിയ തകർച്ചയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ നമുക്കിത് സാധിക്കും, വിജയകരമായി പൂർത്തീകരിക്കാനാവും, നാടിനെ വീണ്ടെടുക്കാനാവും, വികസനത്തിൽ നല്ല കുതിച്ചുചാട്ടം നടത്താനാവും. കാലാനുസൃതമായി വികസിച്ച കേരളം സൃഷ്ടിക്കാൻ നമുക്കാവും. നമ്മൾ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതോടൊപ്പം ഞങ്ങൾ ഈ മാർച്ചിൻ്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം, നമ്മുടെ നാടിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം.
ഭരണം സൃഷ്ടിക്കുന്നത് ജനങ്ങളാണ്. പക്ഷെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഏതെങ്കിലും ഒരാവശ്യത്തിന് സർക്കാർ ഓഫീസിൽ ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം തീരുമാനമായിട്ട് ലഭിക്കേണ്ടതുണ്ടെങ്കിൽ പിന്നെ പാടായി. അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം ലഭിക്കണമെങ്കിൽ അതത്ര ചെറുതായാലും എത്ര ന്യായമുള്ളതായാലും ചിലപ്പോ അല്ല മിക്കപ്പോഴും കൈക്കൂലി കൊടുക്കേണ്ടതായിട്ട് വരും. വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ എല്ലാ കാര്യങ്ങളിലും സമയബന്ധിതമായി തീരുമാനം വേണം. നടപടികളെല്ലാം സുതാര്യവുമാവണം. ആരും സംശയിക്കേണ്ടതില്ല, അഴിമതി വിമുക്തമായ കേരളം നമുക്കിവിടെ സൃഷ്ടിക്കാനാവും. ഇത്തരത്തിൽ ഉള്ള ഒരു കേരളത്തിൻ്റെ സ്വാദ് നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മുടെ നാട് ഇന്നത്തേതുപോലെ തന്നെ നിലനിൽക്കണം. നമ്മുടെ നാടിൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ നാട് ജാതിഭേദമോ മതദ്വേഷമോ ഇല്ലാതെ എല്ലാവരും സോദരത്വേന വാഴുന്ന നാടാണ്. ഇത് തകർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമം ചെറിയ തോതിലല്ല, വൻതോതിലാണ്. വർഗീയ ശക്തികളാണ് അതിന് ശ്രമിക്കുന്നത്. ജാതീയമായ ഭിന്നതയും മതപരമായ വേർതിരിവും വളർത്തിയെടുക്കാനാണ് ഈ ശക്തികൾ ശ്രമിക്കുന്നത്. നമ്മുടെ കേരളത്തിലൊരു വലിയ അജണ്ട അരങ്ങേറുന്നത് നമ്മൾ കണ്ടു. അത് RSS ആണ് ആ അജണ്ട തയ്യാറാക്കിയത്. RSS തയ്യാറാക്കിയ അജണ്ടയുടെ ഭാഗമായി അവരെ ശക്തിപ്പെടുത്താനുള്ളൊരു നടപടിയാണ് എടുത്തത്. അതിനവര് വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുപിടിച്ചു. വെള്ളാപ്പള്ളി നടേശനിലൂടെ SNDP-ക്കാരെ മുഴുക്കെ RSS കൊടിക്കീഴിൽ അണിനിരത്തലാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ അവരൊക്കെ RSSന്റെ കൊടിക്കീഴിൽ പോയാൽ CPIM വല്ലാതെ ക്ഷീണിച്ചു പോകും. ഇതാണ് ഉമ്മൻചാണ്ടിയും കൂട്ടരും കണക്കാക്കിയത്. അങ്ങനെ CPIM ക്ഷയിച്ചാൽ ഞങ്ങൾക്ക് നല്ല തോതിൽ ജയിച്ചു വരാം എന്ന കണക്കൂട്ടലും അവർക്കുണ്ടായി. അപ്പോൾ തങ്ങളുടെ വിജയത്തിന് ഒരു നല്ല ചാൻസാണ് ഇത് എന്നാണ് ഉമ്മൻചാണ്ടിയും കൂട്ടരും കണ്ടത്. നമ്മുടെ നാടിന്റെ ഭാവിയാണ് പ്രധാനം. ഈ നാടിന്റെ ഭാവിക്ക് ആപത്തുണ്ടാക്കാനുള്ള നീക്കത്തെ ശക്തമായി എതിർക്കാൻ ഞങ്ങൾ മുന്നോട്ട് വന്നു. ഈ ഘട്ടത്തിലാണ് മതനിരപേക്ഷ മനസ്സ്, കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സ് ഒന്നിച്ചു പറഞ്ഞത് CPIM-നും ഇടതുപക്ഷത്തിനും മാത്രമേ വർഗീയതയെ നേരിടാനാവൂ. മാത്രമല്ല, അവർ മറ്റൊരു കാര്യം കൂടി കുറെ കൂടി പച്ചയായി പറഞ്ഞു. അത് CPIM ഇന്നത്തെ കേരള സാഹചര്യത്തിൽ ദുർബലമായി കൂടാ. ആ പറഞ്ഞത് CPM-കാരല്ലാത്തവർ കൂടിയാണ്. അപ്പൊ നമ്മുടെ നാടിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കണം എന്ന താല്പര്യം തന്നെയാണ് അതിന്റെ പിന്നിലുള്ളത്. ഇതാണ് മതനിരപേക്ഷത സംരക്ഷിക്കാനാകും എന്നതിന്റെ ഗ്യാരണ്ടി. ഇപ്പൊ ഞങ്ങൾ ഇതെല്ലാം കൂടി ചേർത്തുള്ള ഒരു മുദ്രാവാക്യമാണ് ഈ മാർച്ചിലൂടെ ഉയർത്തുന്നത്. അതാണ് മതനിരപേക്ഷ, അഴിമതി വിമുക്ത, വികസിത കേരളം. നമുക്കാകെ ഒന്നിച്ചു നീങ്ങാം. ഇതാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഈ മാർച്ചിന്റെ ഭാഗമായി ഞങ്ങൾ നൽകുന്ന സന്ദേശം. മാർച്ചിനിവിടെ ഗംഭീരമായ സ്വീകരണമൊരുക്കിയ നിങ്ങൾക്ക് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ അഭിവാദ്യം.